പുലർച്ചെ 2:30 ഞങ്ങൾ മേപ്പാടിയിലേക്ക് പോവുകയാണ്. ചേമ്പ്ര പീക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണം. പോയി നോക്കട്ടെ. ചേമ്പ്ര പീക്കിലേക്ക് പോവാനേ ഏതാ? ചേമ്പ്ര പീക്കിലേക്ക് ആ റോഡാ? ഓക്കെ. ഞങ്ങൾ ചേമ്പ്ര പീക്കിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വന്നേ. ഇതിന്റെ ബാക്കിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ വണ്ടി വിടും അങ്ങോട്ട്? വിടുള്ളൂ ഇവിടെ. ഓക്കെ. ഞങ്ങളിപ്പോൾ ചേമ്പ്ര പീക്ക് കയറാനുള്ള പ്രാരംഭ നടപടികളിലാണ്. സമയം 4:11 2:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. നമ്മുടെ മുന്നിലിതാ വീണ്ടും വണ്ടികളൊക്കെ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓൺലൈൻ സംവിധാനത്തിലേക്ക് വരുത്തുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സൗകര്യമായിരുന്നു. കാരണം ഇത്രയും വണ്ടിക്കാർ വന്ന് ക്യൂ നിൽക്കുകയാണ്. എത്ര പേര് സാറേ ഒരു പെർമിഷൻ ഉള്ളത്? 88 പേർക്കേ പെർമിഷനുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ വരുന്നവരൊക്കെ ഈ ദൂരെ നിന്ന് വന്നിട്ട് കാത്തു നിന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മൾ ടൂറിസത്തിൻ്റെ പേരിൽ എല്ലാവരെയും വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില മാറ്റങ്ങൾ കൂടെ വരുത്തുകയാണെങ്കിൽ നന്നായിരുന്നു. കാരണം ഓൺലൈനിൽ 88 പേർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും പേര് വന്നാൽ മതിയല്ലോ. ബാക്കിയുള്ളവർക്ക് അടുത്ത ദിവസം ചാൻസ് കിട്ടിയേനെ. അപ്പോൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഇത്തരം മാറ്റങ്ങളൊക്കെ വേഗം കൊണ്ടുവന്നാൽ നന്നായിരിക്കും. നോക്കൂ, വണ്ടികളുടെ നീണ്ട നിരയാണ് അങ്ങ് മുതൽ അവിടം വരെ. ഇത്രയും പേര് ഈ പുലർച്ചെ എഴുന്നേറ്റിട്ട് 2 മണിക്കൊക്കെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകണം ടിക്കറ്റ് കിട്ടാതെ. ഒന്ന് ഓൺലൈനിലേക്ക് മാറ്റുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ എത്രയോ ഉപകാരമായിരിക്കും. പുലർച്ചെ 5:10 അപ്പോൾ ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി ഇത് ബുക്ക് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. വീണ്ടും വണ്ടികളെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വണ്ടിക്കാരും മത്സര ഓട്ടാണ്. കാരണം ആദ്യം എത്തുന്ന 88 പേർക്കേ ടോക്കൺ എടുക്കാൻ പറ്റുകയുള്ളൂ. ടോക്കൺ എടുത്തിട്ട് പിന്നെയും കാത്തു നിൽക്കണം. 7 മണിക്ക് പേയ്മെന്റ് അടച്ച് സീറ്റ് ഉറപ്പ് വരുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാ സ്കൂട്ടിയിലും ഓരോ വണ്ടികളിലും ഓരോരുത്തരും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. നല്ല മഞ്ഞാണ്. അതുകൊണ്ട് നമുക്ക് അറിയില്ല വഴിയെക്കുറിച്ച് വ്യക്തമായിട്ട് എവിടെ ഗട്ടർ ഉണ്ടെന്ന്. തിരിച്ച് വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് താഴെ ഭാഗത്ത് അഗാധമായ കൊല്ലിയും കൊക്കയൊക്കെ കാണുന്നത്. ഈ വഴിയാണോ പോകുന്നതെന്ന് ഓർത്തപ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെട്ടു പോയി. കാരണം പകൽ വലിയ കുഴപ്പമില്ല, രാത്രി ഈ പുലർച്ചെ ഈ മഞ്ഞു മൂടിയ സമയത്ത് കാഴ്ച കിട്ടാതെ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ വണ്ടിക്കാരും ഓരോ അടുത്ത വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പുലർച്ചെ 2 മണിക്കും ഒക്കെ വന്ന് നിന്നവരാണ് ഇവരെല്ലാവരും. കാരണം അത്രയും നേരം കാത്തു നിന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ പോകുന്ന പ്രയാസം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഓരോരുത്തരും ബൈക്കിൽ ഇങ്ങനെ ചീറുകയാണ്. അതിന്റെ പുറകെ ബസ്സിലെ ആൾക്കാരുണ്ട്, ട്രാവലറിലെ ആൾക്കാരുണ്ട്, കാറിലെ ആൾക്കാരുണ്ട്. എല്ലാവരും ഇതൊരു അപകട സാധ്യതയുള്ള യാത്രയാണ്. ഞാനൊക്കെ നല്ല സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നിലുള്ള ഓരോ വണ്ടീനെയും ഓവർടേക്ക് ചെയ്ത് ഞങ്ങൾ കറക്റ്റ് ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഇനി ഇറങ്ങി ഓടുകയാണ്. കാരണം അവിടെ പോയിട്ട് ക്യൂ നിൽക്കണം. ഇവിടെ ക്യൂ നിന്നിട്ട് വേണം ഇനി നമുക്ക് ടോക്കൺ എടുക്കാൻ. 88 പേർക്ക് ടോക്കൺ കൊടുക്കുകയുള്ളൂ. 5 പേർക്ക് 4000 രൂപ അടയ്ക്കണം. അതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. അതൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. നമ്മളിതിൽ ആവശ്യപ്പെടുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നത്, വിമർശിക്കുന്നതല്ലേ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ഓൺലൈനിലാക്കുകയായിരുന്നെങ്കിൽ
ഈ അന്യനാട്ടിൽ നിന്നൊക്കെ വന്ന ഒരുപാട് പേരുണ്ട്. ഒരു ബസ്സിലൊക്കെ വന്നവര് പകുതി പേർക്ക് ടിക്കറ്റ് കിട്ടും, പകുതി പേർക്ക് ടിക്കറ്റ് കിട്ടില്ല. അപ്പൊ പകുതി പേര് ഈ ചേമ്പ്ര പീക്ക് കയറി ഇറങ്ങുന്നവരെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അവര് വെറുതെ കാത്തു നിൽക്കണ്ടേ? ഇതൊന്ന് ഓൺലൈനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും പെർമിഷൻ കിട്ടുന്നവർ മാത്രം ഈ പുലർച്ചെ വന്നാൽ മതിയല്ലോ, ഈ രാവിലെ വന്ന് കയറാൻ ശ്രമിച്ചാൽ മതിയല്ലോ. ബാക്കിയുള്ളവർ അടുത്ത ദിവസം വരട്ടെ. അങ്ങനെയാണെങ്കിൽ തിരക്ക് ഒഴിവാക്കാമല്ലോ, ഈ മരണപ്പാച്ചിൽ ഒഴിവാക്കാമല്ലോ. അതുകൊണ്ട് അധികാരികളോട് വിമർശനമൊന്നുമല്ല, ഒരു റിക്വസ്റ്റ് ആണ്, ഇതൊന്നും ഓൺലൈനിലേക്ക് ആകണം. അതുപോലെ മറ്റെവിടെ ചെന്നാലും നമുക്ക് പേയ്മെന്റ് അടയ്ക്കാൻ ഓൺലൈൻ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല. നമ്മളോട് പറയുന്നത് ലിക്വിഡ് മണി വേണം, ക്യാഷ് വേണം, ഓൺലൈൻ പേയ്മെന്റ് സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന്. അതൊരു പക്ഷെ ഞങ്ങളുടെ പോരായ്മയായിരിക്കാം, സൈറ്റ് ലൈനിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു നോക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കിട്ടാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഞാൻ ഈ പറയുന്നത് ഒന്നും വിമർശനമല്ല, ഞാൻ ഈ പറയുന്നത് ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഇതൊന്നും ഓൺലൈൻ സംവിധാനത്തിലേക്ക് വരുത്തുകയായിരുന്നെങ്കിൽ ഒരുപാട് പേർക്കത് ഉപകാരപ്പെട്ടേനെ. ഈ ഉറക്കളച്ച് അതിരാവിലെ വന്ന് കാത്തു നിന്ന് ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അത് ഒഴിവാക്കാമായിരുന്നു. വണ്ടി കുറച്ച് 2:30 ഇറങ്ങിയതാണ്, വിശന്നു തുടങ്ങി. ചേമ്പ്ര പീക്കിലേക്കുള്ളതാണ്. അപ്പോൾ ഒരു ഓംലെറ്റ് പറഞ്ഞു, ക്യാരറ്റൊക്കെ ഇട്ട് അടിപൊളി ഓംലെറ്റ്. ക്യാരറ്റൊക്കെ ഇട്ട് ഓംലെറ്റ് വേണോ? അപ്പോൾ Sir, are you coming from? Andhra. Okay. How many members? 4 members. ഞങ്ങൾ പുലർച്ചെ 2:30 എത്തിയതാണ്, ക്യൂവിൽ നിൽക്കുന്നതാണ്. മാസ്ക് ഒക്കെ ഇട്ട്, 2 മാസ്ക് മങ്കി ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. 7:07. അപ്പം ഞങ്ങൾ 7:10 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ ചേമ്പ്ര പീക്കിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററോളം നമ്മുടെ വണ്ടി പോകണം. അവിടെ നിന്നാണ് ട്രെക്കിങ് തുടങ്ങുന്നത്. ഈ കുന്നിൻ മുകളിലുള്ള ഹൃദയ തടാകത്തിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. എന്ത് മനോഹരമായ ദൃശ്യങ്ങളാണ്. നമുക്കിന്ന് ടെന്റ് അടിക്കാം ആ കുന്നിൻ മുകളിൽ. നോക്കപ്പുസ, എന്താ മലനിരകളുടെ ഭംഗി. ചേമ്പ്ര. നമുക്ക് മുന്നേ വന്നവർ ഇവിടെ ചായക്കടയിലെത്തി. ഇവിടെയാണ് പാർക്കിംഗ് അല്ലേ? ഞങ്ങൾ ചേമ്പ്ര പീക്കിലേക്ക് യാത്ര തുടരുകയാണ്. ചേമ്പ്ര പീക്കിലേക്കുള്ള യാത്രയിലാണ്. നല്ലൊരു ഓഫ് റോഡ് അതാ. ചേമ്പ്ര പീക്കിലേക്കുള്ള യാത്ര തുടരുകയാണ്. എൻ്റെ കൂടെ ഈ ടീംസും കൂടെ ഉണ്ട്. ചേമ്പ്ര പീക്കിലെ വാച്ച് ടവറാണ്. ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. നോക്കൂ, ആ മലമുകളിൽ ഹൃദയ തടാകമുണ്ട്, ഹേർട്ട് ലേക്ക്. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര.